വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, കേരളത്തിൽ ഇതുപോലെ ചെടി വളരെ വ്യാപിച്ചു കിടക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തണം. ഇത് നിങ്ങളൊരു മഞ്ഞ പൂവാണ് ഇത് ഉണ്ടാവുക. ഇത് വന്നിട്ട് ഒരു 5-6 വർഷമായി നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട്. കൂടുതലും പാടത്താണ് ഇത് കാണാറ്, പറമ്പിലുണ്ട്. ഇത് നമ്മുടെ അമേരിക്കയിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാണ് എന്ന് പറയപ്പെട്ടു. ഇത് വലിയൊരു ഡേഞ്ചർ ചെടിയാണ്. ഈ ചെടി വളരുന്ന സ്ഥലത്ത് വേറെ ഒരു പുല്ലും ഇത് കാണുകയില്ല. കാരണം അത്രക്കും വലിയ ശക്തിയുള്ളൊരു പടർന്ന് പന്തലിക്കുന്ന ഒരു ചെടിയാണിത്. ഈ ചെടിയെ നിങ്ങളൊരു പൂവാണ് എന്ന് കരുതി നിങ്ങളുടെ തൊടിയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു വർഷം 2 വർഷം കൊണ്ട് ഇത് ആ സ്ഥലം മുഴുവൻ വ്യാപിക്കുന്നതാണ്. ഇത് കൂടുതലായിട്ട് പാടത്താണ് ഇത് കാണാറ്. അതുകൊണ്ട് ഇത് നമ്മുടെ സസ്യവർഗത്തിനെ ക്രമാതീതമായി നശിപ്പിക്കുന്നതാണ്. ഒരു മരുന്ന് ചെടിയോ അല്ലെങ്കിൽ വേറെ ഒരു സാധനം നമുക്ക് കുഴിച്ചിടാൻ കഴിയില്ല. ആ കംപ്ലീറ്റ് സ്ഥലം ഇത് വളമ വലിച്ചെടുക്കുന്നതാണ്. കൂടുതലും ഇത് കാണുന്നത് വളമ വലിച്ചെടുക്കുന്നതാണ്. ഒരു കർഷകർ വളരെയധികം ബുദ്ധിമുട്ടുന്നതാണ്. ഒരു സംഗതിയും കുഴിച്ചിടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ ചെടി നിങ്ങൾ കഴിയുന്നതും വർഷാവർഷം നിങ്ങൾ നശിപ്പിക്കേണ്ടതാണ്. നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾ കളനാശിനി ഉപയോഗിച്ച് നശിപ്പിക്കുക, അല്ലെങ്കിൽ ട്രാക്ടർ ഉപയോഗിച്ച് നശിപ്പിക്കുക. ട്രാക്ടർ തന്നെ 2 വിധമുണ്ട്. ഒന്ന് റോട്ടോർ, 2 കരിനകം ഉപയോഗിച്ച് ഉഴുതുമറിക്കുക. റോട്ടോർ ഉപയോഗിച്ച് ഉഴുതുമറിച്ച് കഴിഞ്ഞാൽ ഇത് പൊടിയാവുന്നതാണ്. എന്നിരുന്നാലും ഇത് അത്ര പെട്ടെന്ന് നശിച്ചു പോകുകയില്ല. ഇതിൻ്റെ വേര് വളരെ സ്ട്രോങ് ആണ്. കളനാശിനി അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല മാത്രമേ ഉണങ്ങുകയുള്ളൂ, വേരിനൊന്നും പറ്റുകയില്ല. കർഷകർക്ക് ഇത് വ്യാപിക്കുന്നതിൻ്റെ ഫലമായി ഒരു വസ്തുവും തന്നെ കൃഷി ചെയ്യാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇതൊരു ആപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു 10 വർഷം കൂടി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആകെ വ്യാപിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ഒരു 1/2% സ്ഥലം വ്യാപിച്ചു കഴിഞ്ഞു. ഇതിനൊരു പരിഗണന, ഇത് നശിപ്പിക്കാൻ ഇനി എന്ത് എന്ന് നമ്മുടെ ഗവൺമെൻറ് ചിന്തിച്ചു കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു സസ്യഘടനയെ തന്നെ താറുമാറാക്കുന്നതാണ്. പണ്ട് ആഫ്രിക്കൻ മുഴു വന്നതുപോലെ, ആഫ്രിക്കൻ മുഴുവിൻ്റെ പ്രത്യേകത എന്താ? മറ്റുള്ള മീനുകളെ കംപ്ലീറ്റ് അത് ഷാപ്പിട്ട് നശിപ്പിക്കുന്നതാണ്. അതുപോലെയാണ് ഈ ചെടി. ഈ ചെടി വളരുന്ന സ്ഥലത്ത് വേറെ ഒരു ഔഷധ ചെടിയോ മറ്റുള്ള സസ്യങ്ങളോ കാണുന്നില്ല. അതാണ് ഇതിൻ്റെ വളരെ ഗൗരവമായ വിഷയം. ഇത് കണ്ടാൽ വളരെ മനോഹരമാണ്. ഇത് വളരെ പടർന്ന് പന്തലിക്കുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് ആരും തന്നെ ഇത് നിങ്ങളുടെ ചെടിത്തോട്ടത്ത് കൊണ്ടുപോയി കുഴിച്ചിടരുത്. ഇത് ഡേഞ്ചർ ചെടിയാണ്. നമ്മുടെ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി അമേരിക്ക ഇറക്കുമതി ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം. അബദ്ധത്തിൽ നിങ്ങൾ ഇത് ചെടിയാണ് എന്ന് വിചാരിക്കരുത്. ഈ ഇത്രയും സ്ഥലത്ത് വളർന്നത് ആകെ 1 വർഷം കൊണ്ടാണ് ഇത്രയും സ്ഥലത്ത് വ്യാപിച്ചത്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാ. അതുകൊണ്ട് നിങ്ങൾ മെഷീൻ ഉപയോഗിച്ചത് ഒഴിവാക്കുക. എന്നിരുന്നാലും ഒരു സ്ഥലത്ത് ഇത് വന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഇത് എങ്ങനെ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പോവുകയില്ല. ഒരു വേരിൻ്റെ ഒരു ഞരമ്പ് മതി വീണ്ടും അത് പൊട്ടിമുളച്ച് വ്യാപിക്കാൻ. വളരെ ഉറപ്പാണ് ഇതിൻ്റെ വേരിന്. നമ്മൾ കൈക്കോട്ട് കൊത്തുകയാണെങ്കിൽ കൈക്കോട്ടൊന്നും ഏൽക്കുകയില്ല. നമ്മൾ മലമ്പാമ്പിനെ കൊത്തുന്ന മാതിരിയാണ്. അതുകൊണ്ട് ഈ ഒരു അപകടമായ ചെടി നിങ്ങളുടെ പറമ്പിലുണ്ടെങ്കിൽ അത് പറിച്ച് കളയേണ്ടതാണ്. കുംഭമാസത്തിൽ, വേനലിൻ്റെ അവസാനം നിങ്ങൾ കളച്ച് മറിച്ചതിന് ശേഷം ആ വേര് കംപ്ലീറ്റ് പൊറുക്കി ചുടേണ്ടതാണ്. എന്നാലും ഇത് തൊടിയിൽ നിന്ന് പോവുകയില്ല. അതുകൊണ്ട് ഈ ഡേഞ്ചർ ചെടിയെ നമ്മുടെ സസ്യഘടനയെ തന്നെ അലങ്കോലപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ചെടി നമ്മുടെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കേണ്ടത് നമ്മുടെ അത്യാവശ്യ ഘടകമാണ്. അതുകൊണ്ട് ഈ ചെടിയെ നമുക്ക് ഇനി എന്ത് ചെയ്യാം എന്നൊരു അതീവ ഗൗരവമായി എടുത്തു കഴിഞ്ഞിട്ട് ഇത് നമ്മൾ നശിപ്പിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.